ഇത്ര രുചിയിൽ ഓട്സ് ഉണ്ടാക്കിയാൽ തീർച്ചയായും നമ്മളെല്ലാവരും ഡയറ്റ് ചെയ്യും. അത്താഴം ഈ ഒരു മസാല ഓട്സ് ആണെങ്കിൽ വണ്ണവും കുറയും, വയറും കുറയും. നമ്മളിതിനകത്ത് മാഗിയുടെ മസാലയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ ചേർത്തുകൊണ്ടാണ് അതീവ രുചികരമായിട്ട് ഈ ഒരു ഓട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ട്, വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇനി സവാള, ബീൻസ്, ക്യാരറ്റ്, ഒരു സ്പൂണിന് കുറച്ച് ജീരകമുണ്ട്, ഒരു കപ്പ് ഓട്സ് ഉണ്ട്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്, പിന്നെ 1/2 ലിറ്റർ വെള്ളമുണ്ട്. നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ഇതിനെ എണ്ണയിൽ വഴറ്റി കൊടുക്കാം. അപ്പോൾ അത്താഴത്തിനാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ബീൻസും ക്യാരറ്റും, അതും ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. നമുക്കിത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ്, ഇനി ഓട്സിനുള്ള ഉപ്പും കൂടി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് മതിയാകും, ഇല്ലെങ്കിൽ നമുക്ക് ഓട്സ് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ എണ്ണയിൽ നമ്മൾ ഈ പച്ചക്കറികളെല്ലാം നല്ലവണ്ണം വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നില്ല, വഴറ്റി തന്നെ വേവിച്ചെടുക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഇനി ഗരം മസാല, 1 സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ ശാന്തിഗിരിയുടെ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു മസാലയാണത്. മറ്റ് കമ്പനിയുടെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ശാന്തിഗിരിയുടെ ഗരം മസാല ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസിനൊക്കെ. അപ്പോൾ ഞാനിതെൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഒന്ന് ചൂടായി വരുന്നവരെ അങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് മാത്രം ഇളക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് ഇളക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിലുള്ള ഇത്തിരി എണ്ണമയൊക്കെ ഈ ഓട്സിലും പിടിക്കും. ഓട്സ് ഒന്ന് മൊരിഞ്ഞു വരാനായിട്ട് സഹായിക്കും. ഈ പറഞ്ഞ പോലെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസും ഓട്സും എല്ലാം നല്ലൊരു പരുവത്തിലായിട്ട് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി നമ്മൾ ആദ്യമേ എണ്ണയിൽ വഴറ്റിയാണെങ്കിൽ അത് ശരിക്കും വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചേർക്കാണ്ട് ഇപ്പോഴാണ് നമ്മൾ ഈ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ തീർത്തും വെള്ളമായിട്ട് പോവണ്ട, നമുക്ക് ഒന്ന് ഇത്തിരി ക്രഞ്ചി ആയിട്ടുള്ള തക്കാളി നമുക്ക് വേണം. അപ്പോൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന തക്കാളിയും ചേർത്ത് നമ്മൾ നല്ലവണ്ണം സോട്ട് ചെയ്യും, നല്ലവണ്ണം വഴറ്റുകയാണ് എല്ലാം കൂടെ. അപ്പോൾ ഈ സമയത്ത് എണ്ണയുടെ അംശമൊക്കെ തീർത്തും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കണം. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ലിറ്ററിൻ്റെ കപ്പിലാണ് ഞാൻ ഓട്സ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് നോക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം ഇളക്കി ചേർത്തിട്ട് നമ്മളൊന്ന് തിളക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഇത് നല്ലൊരു പരുവത്തിലെടുക്കണം, കാരണം തിളച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇത് കട്ടയായി പോകും. നമുക്കിതൊരു കുഴമ്പ് പരുവത്തിൽ, നമുക്കൊരു സൂപ്പ് പരുവത്തിൽ കിട്ടണമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇത് വെച്ചിട്ട് മാറിപ്പോകുകയൊന്നും വേണ്ട, അവിടെ തന്നെ നിൽക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു മണമാണ് വരുന്നത്. ശരിക്കും ആ മാഗി നൂഡിൽസിൻ്റെ ഒരു മണമാണ് അത്. നമ്മുടെ ആ വെളുത്തുള്ളിയും സവാളയൊക്കെ നമ്മൾ എണ്ണയിൽ നല്ലവണ്ണം വഴറ്റിയെടുത്ത് ആ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് കിട്ടുന്നൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് പാചകം ചെയ്യുന്നത് കേട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നൂഡിൽസ് ആണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അതുപോലെയാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓട്സ് നമുക്ക്
നല്ലവണ്ണം കഴിക്കുക. അതുപോലെ ധാരാളം വെജിറ്റബിൾസ്, നമ്മൾ ഒരു സ്പൂൺ കോരി എടുക്കുമ്പോൾ അതിനകത്ത് നിറയെ വെജിറ്റബിൾസും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. അപ്പോൾ ഓട്സും എന്തുമാത്രം ഹെൽത്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ചേർക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അധികമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയുമില്ല. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ നല്ല പരിവായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഡയറ്റ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നല്ല രസകരമായിട്ട് ഈ ഓട്സ് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള 2-3 റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതും കൂടി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.